മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ഷീൽഡ് ഒരിക്കലും വൈബ്രേനിയം ഷീൽഡ് അല്ല. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് താനോസ് തന്റെ ഡബിൾ എഡ്ജ്ഡ് സ്വാഡിന്റെ സഹായത്തോടെ വൈബ്രേനിയം ഷീൽഡിനെ 2 കഷ്ണങ്ങളാക്കുന്നുണ്ട്. എന്നാൽ താനോസിന്റെ ഡബിൾ എഡ്ജ്ഡ് സ്വാഡിനെ വാണ്ട തന്റെ കെയോസ് മാജിക്കിന്റെ സഹായത്തോടെ 2ആയിട്ട് ഒടിച്ചു കളയുന്നുമുണ്ട്. ഓർക്കണം, വൈബ്രേനിയം ഷീൽഡിനെ 2 കഷ്ണങ്ങളാക്കിയ താനോസിന്റെ സ്വാഡിനെയാണ് വാണ്ടയുടെ കെയോസ് മാജിക് 2ആയിട്ട് ഒടിച്ചു കളയുന്നത്. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസില് കമർതാജിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വാണ്ട അഥവാ സ്കാർലറ്റ് വിച്ചിന് തന്റെ കെയോസ് മാജിക്കിന്റെ സഹായത്തോടെ സോഴ്സറേഴ്സ് ഉണ്ടാക്കിയ എനർജി ഷീൽഡിനെ തകർക്കാൻ സാധിക്കുന്നില്ല. സോഴ്സറേഴ്സ് ഉണ്ടാക്കിയ എനർജി ഷീൽഡിനെ തകർക്കണമെങ്കിൽ ആ എനർജി ഷീൽഡിനെ കൺട്രോൾ ചെയ്യുന്ന സോഴ്സററിനെ ഡിസ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ഒരു സോഴ്സറിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടാണല്ലോ സ്കാർലറ്റ് വിച്ച് എനർജി ഷീൽഡിനെ തകർക്കുന്നതും കമർതാജിനെ ആക്രമിക്കുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സോഴ്സറേഴ്സ് ഉണ്ടാക്കുന്ന എനർജി ഷീൽഡാണ് MCUവിലെ സ്ട്രോങ്ങസ്റ്റ് ഷീൽഡ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ജെയിൻ ഫോസ്റ്റർ അഥവാ മൈറ്റി തോർ മൂവീസിന് ഒരു ശാപമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒറിജിൻ സ്റ്റോറി കാണിക്കുന്ന മൂവീസ് വെച്ച് കമ്പയർ ചെയ്താൽ തോർ എന്ന മൂവിക്ക് റേറ്റിംഗ് കുറവാണ്. എന്നാൽ തോർ എന്ന മൂവി നല്ലൊരു മൂവി തന്നെയാണ്. തോർ ദ ഡാർക്ക് വേൾഡില് ജെയിൻ ഫോസ്റ്ററിന് റിയാലിറ്റി സ്റ്റോണിൽ നിന്നും പവേഴ്സ് ലഭിക്കുന്നുണ്ട്. ജെയിൻ ഫോസ്റ്ററിന് പവേഴ്സ് ലഭിച്ചതുകൊണ്ടാവാം MCUവിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് മാർവൽ മൂവിയായിട്ട് തോർ ദ ഡാർക്ക് വേൾഡ് മാറിയത്. എന്തായാലും തോർ റാഗ്നറോക്കില് ജെയിൻ ഫോസ്റ്റർ ഇല്ല. അതുകൊണ്ടാവാം തോർ മൂവീസിലെ തന്നെ അല്ല MCUവിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയായിട്ട് തോർ റാഗ്നറോക്ക് മാറിയത്. നിർഭാഗ്യവശാൽ തോർ ലവ് ആൻഡ് തണ്ടറിൽ ജെയിൻ ഫോസ്റ്റർ മടങ്ങിയെത്തുന്നുണ്ട്. മാത്രമല്ല ജെയിൻ ഫോസ്റ്ററിന് തോറിന്റെ പവേഴ്സ് കിട്ടിയിട്ട് മൈറ്റി തോർ ആകുന്നുമുണ്ട്. തോർ ലവ് ആൻഡ് തണ്ടറിനെ പറ്റി പറയണ്ടല്ലോ. വൺ ഓഫ് ദ വേഴ്സ്റ്റ് മാർവൽ മൂവി ഇൻ MCU എന്ന് തോർ ലവ് ആൻഡ് തണ്ടറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ എല്ലാ മൂന്നാമത്തെ മൂവീസിലും നമ്മുടെ സൂപ്പർ ഹീറോസിന് എന്തെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടത് നഷ്ടമാകാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അയൺമാൻ 3യില് ടോണി സ്റ്റാർക്ക് തന്റെ ആർക്ക് റിയാക്ടർ ഉപേക്ഷിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറില് സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് ഉപേക്ഷിക്കുന്നുണ്ട്. തോർ റാഗ്നറോക്കില് തോറിന്റെ വെപ്പണായ മ്യോൾനിയർ ഗോഡസ് ഓഫ് ഡെത്ത് ആയ ഹെല നശിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല തോർ റാഗ്നറോക്കില് തോറിന്റെ മുടിയും തോറിന്റെ ഒരു കണ്ണും നഷ്ടപ്പെടുന്നുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ സഹായത്തോടെ സ്നാപ്പ് ചെയ്ത് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ ഇല്ലാതാക്കുന്നുണ്ട്. സ്പൈഡർമാൻ നോവേ ഹോമില് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന് ഓണ്ട് മെയ്യെ നഷ്ടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ ഐഡന്റിറ്റി ലോകം മറക്കുവാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സില് തോറും ലോക്കിയും മദ്യപിച്ചതിനു ശേഷം അവർ മദ്യം കുടിച്ച ഗ്ലാസ് പൊട്ടിച്ചു കളയുന്നുണ്ട്. സത്യത്തിൽ അവർ മാത്രമല്ല മദ്യം കുടിച്ച ഗ്ലാസ് പൊട്ടിക്കുന്നത്. നോർസ് മിത്തോളജിയില് മദ്യം കുടിച്ച ഗ്ലാസ് പൊട്ടിക്കുന്നത് മദ്യം ഒഴിച്ചു തന്ന ആളെ അപ്രിഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിജയം ആഘോഷിക്കാനോ ഒക്കെയാണ്. തോറും ലോക്കിയും മാത്രമല്ല, തോർ എന്ന മൂവിയിലെ ഒരു ഡിലീറ്റഡ് സീനില് എല്ലാ ആസ്ഗാർഡിയൻസും അവരുടെ വിജയം ആഘോഷിക്കാനായിട്ട് അവർ മദ്യം കുടിച്ച ഗ്ലാസുകൾ പൊട്ടിച്ചു കളയുന്നുണ്ട്. Victory was ours. Truly a tale for the ages. Another! താനോസിനെ മുട്ടുകുത്തിച്ച അവഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കറിയാം, ഗോഡ് ഓഫ് തണ്ടർ ആയ തോറിന്റെ ബ്രദറായ ലോക്കിയെയും അതേപോലെ ഹെയിംഡാലിനെയും ഒരുപാട് ആസ്ഗാർഡിയൻസിനെയും താനോസ് കൊല്ലുന്നുണ്ട്. എന്നാൽ അതിന്റെ ദേഷ്യത്തിന് നെഡവല്ലിയറിൽ പോയിട്ട് ഡൈയിങ് സ്റ്റാറിന്റെ ഫോഴ്സിന്റെ സഹായത്തോടെ തോറ് താനോസ് കില്ലിംഗ് വെപ്പണായ സ്റ്റോം ബ്രേക്കർ ഉണ്ടാക്കിയിട്ട് 6 ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവേഴ്സിനെയും മറികടന്ന തോറ് താനോസിന്റെ നെഞ്ചത്ത് സ്റ്റോം ബ്രേക്കർ കുത്തിയിറക്കി താനോസിനെ മുട്ടുകുത്തിക്കുന്നുണ്ട്. ടൈറ്റനിൽ വെച്ച് താനോസിനെ ടോണി സ്റ്റാർക്ക് തന്റെ നാനോടെക് സ്യൂട്ടായ മാർക്ക് 50 സ്യൂട്ടിന്റെ സഹായത്തോടെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് താനോസിന്റെ ലെഫ്റ്റ് ഹാൻഡ് ചവിട്ടി പിടിച്ചിട്ട് താനോസിനെ മുട്ടുകുത്തിച്ച് ബ്ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് 6 ഇൻഫിനിറ്റി സ്റ്റോൺസും കൈക്കലാക്കിയ താനോസ് സ്നാപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ക്യാപ്റ്റൻ മാർവല് ആ സ്നാപ്പിനെ തടസ്സപ്പെടുത്തുകയും അതേ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവേഴ്സിനെ അബ്സോർബ് ചെയ്തിട്ട് താനോസിനെ മുട്ടുകുത്തിക്കുന്നുണ്ട്.